ഇല്ല. അങ്ങനെയാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് KG നായർ അദ്ദേഹം വന്ന് കൊട്ടിക്കാൻ തുടങ്ങി. യഥാർത്ഥത്തിൽ കൊട്ടലല്ല ഉണ്ടായത്, അദ്ദേഹം വന്ന് എന്നെ കൊട്ടിക്കാൻ തുടങ്ങി. അദ്ദേഹം മിലിറ്ററിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് ഒറ്റപ്പാലം പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാനായിട്ട് ജോലി ചെയ്യുന്ന ആ കാലത്താണ് എൻ്റെ ഏകദേശം വെള്ളിനയിലുള്ള വരവും. വന്നതിന് ശേഷം കൃത്യമായിട്ട് ഗോവിന്ദ് സാർ പറഞ്ഞ മാതിരി 25 കൊല്ലം കൃത്യമായിട്ട് എന്നെ കൊട്ടിച്ച ഒരാളാണ് KG. പിന്നീട് കൊട്ടിയിട്ടില്ല എന്നും പറഞ്ഞു. പക്ഷെ പിന്നീടുള്ള ആരുടെയെല്ലാം ഈ 25 വർഷം കൊണ്ട് ഞാൻ മാത്രമല്ല, അന്ന് തായമ്പക രംഗത്ത് നടക്കുന്ന എല്ലാ ഗുരുനാഥന്മാരെയും കൂടി വിളിച്ചിട്ട് അവരുടെ ഒപ്പം കൂടി കൊട്ടിച്ച ഒരാളാണ് KG. അതിനുശേഷം അവരെല്ലാം നമ്മൾ വിട്ടുപോയതിന് ശേഷം പിന്നീടുള്ള തലമുറകളിൽ ആരൊക്കെ വരണം അത് നിശ്ചയിക്കാൻ അദ്ദേഹം തുടങ്ങുന്നതിന് 1-2 മാസം മുമ്പ് വെള്ളിനഴി വീട്ടിൽ വരും. അവിടെ വെച്ചിട്ടാണ് തീരുമാനമെടുക്കുക. ഇക്കൊല്ലം വാക്കടപ്പുറം ഭക്തജനസമിതിയുടെ പരിപാടി ഇന്ന ആളാണ് വേണ്ടത്. പക്ഷേ ആ സമയത്തും കൊട്ടിയാലും കൊട്ടിയിട്ടില്ലെങ്കിലും അന്നത്തെ ദിവസം വടക്കേക്കളം വീട്ടിലെത്തി സുഖമായിട്ടുള്ള ഭക്ഷണം, അത് ഞാൻ മാത്രമല്ല കുടുംബസമേതം അച്ഛനും അമ്മയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പറ്റാവുന്ന ആരെയൊക്കെ കൂട്ടി വരാൻ പറ്റും അത് ചെയ്തൊരാളാണ് ഞാൻ. കാരണം ഇത്രയും സുഖസുന്ദരമായ ഒരു സദ്യ അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ ഒരു പുളിഞ്ചമ്മന്തിയും ചോറും കഞ്ഞി അതാണ് അവിടെ ഉണ്ടാവുക എന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു ഭക്ഷണം കഴിച്ച എല്ലാ കൊല്ലം ഞാൻ പറഞ്ഞു ഈ പുളിഞ്ചമ്മന്തി കഞ്ഞി ഇത് എല്ലാ വർഷം കിട്ടിയാൽ തന്നെ ഞങ്ങൾ ഭാഗ്യവാന്മാരായി എന്ന് പറഞ്ഞിരുന്നൊരു കാലം. അങ്ങനെ നിരവധി വർഷം വന്നു. ആ KG നായർ കാരണമാണ് ഇന്ന് ഈ സ്കൂളിൻ്റെ 75ാം വാർഷികത്തിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ഏകദേശം ഒരു 5-8 മാസം മുമ്പ് ബോംബെയിൽ ഒരു പരിപാടിക്ക് പോയതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൾ പവിത്രി, ഞാൻ വേറെ ആർക്കും അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല ഇന്നേ വരെ, അപ്പം അതിങ്ങനെ ഓർമ്മയിലുണ്ട്. ആ പവിത്രിയുടെ മകൾ അവിടെ വാദ്യം അഭ്യസിച്ച് അരങ്ങേറാനുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കൃത്യമായിട്ട് ഇന്ന് ഉച്ചയ്ക്ക് എൻ്റെ വീട്ടിൽ ആഹാരം കഴിക്കാം. ഞാൻ പറഞ്ഞു ദയവ് ചെയ്തിട്ട് എന്നോടത് പറയരുത്, ആ ഇഷ്ടം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ അവളുടെ വീട്ടിലെത്തണമെങ്കിൽ 4 നില മുകളിൽ കയറണം, ലിഫ്റ്റില്ല. എൻ്റെ അനുഭവം ഇതേ അനുഭവമാണ്. കയറി അവിടെ എത്തിയാൽ പിന്നീട് രാവിലെ കയറിയാൽ വൈകുന്നേരം മാത്രമേ ഇറങ്ങാൻ സാധിക്കുള്ളൂ. അങ്ങനെയുള്ള ഞാൻ അവിടേക്ക് വരുന്നില്ല. അപ്പോൾ അവൾ പറഞ്ഞു വൈകുന്നേരം ഇറങ്ങിയാൽ മതി. എന്തായാലും അവളുടെ നിർബന്ധത്തിന് വിധേയനായിട്ട് അവിടെ പോയി ഈ അച്ഛൻ്റെ മകളാണെന്ന് അന്ന് ഒന്നും കൂടി അവൾ മനസ്സിലാക്കി. കാരണം ഇത്ര സുഖമായ ഭക്ഷണം അതും കിട്ടി. ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു. ഞാൻ പറഞ്ഞു നീ പഠിച്ച സ്കൂളിൻ്റെ 75ാം വാർഷികമാണ്, അപ്പോൾ എത്താൻ പറ്റിയില്ല, 3-4 ദിവസം എടുക്കും, അപ്പോൾ ഇവിടെ നിന്ന് പുറപ്പെട്ട് വരാനില്ല, എങ്കിലും ഞാനവിടെ ഉണ്ടായിരിക്കുന്നു. എന്നെ മാമാന്നാ വിളിക്കുക. മാമ ഞാനവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് കൊട്ടിക്കോളൂ, കൊട്ടൊക്കെ ഭംഗിയാവണം. അവൾ എന്നോട് പറയാണ് കൊട്ടൊക്കെ ഭംഗിയാവണം. ഞാൻ പറഞ്ഞ പരമാവധി ചിരിച്ച് കളിച്ച് വരുന്ന ആൾക്കാരെ മുഷിപ്പിക്കാത്ത രീതിയിൽ ഞാൻ കൊട്ടാൻ ശ്രമിച്ചോളാം എന്ന് വാക്കും കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഈ നല്ല ഓർമ്മകൾ ഇതൊക്കെ പങ്കിടാനുള്ള കാരണം KG നായരാണ്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അദ്ദേഹത്തിൻ്റെ ഓർമ്മ പങ്കുവെക്കാൻ എന്നെ തന്നെ വിളിച്ചത്. എന്തായാലും ഈ സ്കൂളിൽ വരാനും പ്രത്യേകിച്ച് ഗോവിന്ദ് സാറ്, നാരായണ മാഷ് തുടങ്ങിയവരുടെ സ്നേഹത്തിൽ അതും പ്രധാന വിഷയമാണ്. അതോടൊപ്പം തന്നെ ഈ 2 ശശിമാരും അങ്ങനെ പറയാം എനിക്ക് വളരെ പ്രിയപ്പെട്ടവരാണ്. ആവശ്യമുള്ള കാര്യം പറഞ്ഞാൽ കൃത്യമായിട്ട് നിർവഹിച്ച് തരാനുള്ള അവരുടെ മനസ്സ് അത് കൃത്യമായിട്ട് അനുഭവിച്ച ഒരാൾ കൂടിയാണ് ഞാൻ. അദ്ദേഹം നാട്ടിൽ നിന്നും
ഇദ്ദേഹം മദ്രാസിൽ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പദമുണ്ട്. മഹാലിംഗപുരം അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ എല്ലാമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരാളാണ് ശ്രീ ശശികുമാർ. അവിടെ വിളിച്ച് അവിടുത്തെ ഏറ്റവും വലിയ അവാർഡ് അത് എനിക്കും എൻ്റെ ശിഷ്യൻ എന്ന് പറയാവുന്ന സുപ്രസിദ്ധ സിനിമാ താരം ജയറാമിനും ഞങ്ങൾക്ക് ഒരേ ദിവസം തന്ന് അനുഗ്രഹിച്ച ഒരു മാന്യ സുഹൃത്തു കൂടിയാണ് ശശികുമാർ. ഇപ്പോഴും ആ ബന്ധം കൊണ്ട് നടക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയൊരു വേദിയിൽ ഇതെല്ലാം സംഭവിച്ചത്, ഇവിടെ പറഞ്ഞു കേരള സംഗീത നാടക അക്കാദമിയുടെ ചുമതല, ഇതെല്ലാം സംഭവിച്ചത് നമ്മുടെ കൊണ്ടു നടപ്പിൻ്റെ വിഷയമായിട്ടാണ് എന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. കാരണം ആവശ്യമുള്ള കാര്യങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഈ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോഴും അനുഭവിക്കുന്ന ആ കസേരയിൽ ഇരുന്നു കൊണ്ട് എന്തെല്ലാം കലാകാരന്മാർക്കും അതിൻ്റെ അനുബന്ധമായിട്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റും എന്നൊരൊറ്റ വിഷയം മാത്രമേ ഞാൻ കണക്കിലെടുക്കാറുള്ളൂ. അതിന് കാരണം 100% തൃപ്തിയായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. പഠിച്ചത് ഗാന്ധി സേവാ സദനം പത്തിരിപ്പാലയുള്ള സ്ഥാപനത്തിലാണ്. അന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഭക്ഷണം കിട്ടിയ ഒരു സ്ഥലമായിരുന്നത്. 4 കൊല്ലം അവിടെ കഥകളി ചെണ്ട വിദ്യാർത്ഥി, 58 കൊല്ലം മുമ്പേ പോയ കഥയാണ് ഞാൻ പറയുന്നത്. അന്നത്തെ ആ ഭക്ഷണത്തിൻ്റെ ഒരു സുഖം ഞാൻ ഇന്നും അനുഭവിക്കുകയാണ്. അന്ന് നമ്മുടെ നാട്ടിലേക്ക് ഏറ്റവും ഖേമായിട്ട് കിട്ടിയിരുന്നത് അമേരിക്കയിലുള്ള ഗോതമ്പ്, 1-ാം തരം പാൽപ്പൊടി. അത് ഇഷ്ടം മാതിരി കഴിച്ച് വളർന്ന ആ ശരീരത്തിൻ്റെ ശക്തിയാണ് ഇപ്പോഴും ഞാൻ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് എവിടെ ചെന്നാലും 100% തൃപ്തമായ ജീവിതമാണ് ഇപ്പോൾ നടത്തുന്നത്. വർഷങ്ങളായിട്ട് ഞാൻ താമസിക്കുന്നത് വെള്ളിനഴിയാണ്. അവിടെ ഈ കാര്യം 28 വയസ്സേ ആയിട്ടുള്ളൂ എങ്കിലും 70-ാം പിറന്നാൾ ആഘോഷിച്ചു എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷെ ഞാനിപ്പോഴും 28 വയസ്സേ ആയിട്ടുള്ള മനസ്സുകൊണ്ട് വിചാരിക്കുന്ന ഒരാളാണ്. അവിടെ ഈ 70-ാം പിറന്നാൾ ആഘോഷം നടത്തിയ അവരുടെ സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരു ഹോള് എടുത്ത് നമ്മുടെ ഉച്ചവരെ വൈകുന്നേരം വരെ വിദ്യാർത്ഥികൾക്കും അതിനുശേഷം നാട്ടിൽ നമ്മൾ കൊടുക്കുന്നത് നമുക്ക് അടുത്തത് മട്ടന്നൂർ ശ്രീകാന്ത്. സ്കൂളിലൊരു പരിപാടി ശ്രീരാജ്.